സ്വന്തം കേമത്തം കെട്ടിയിടുന്നുള്ളിക്കുകയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അവിശ്വാസികൾ, ഇപ്പം ചില ആൾക്കാർ പറയില്ലേ, മതത്തെ മാറ്റി നിർത്താം, നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന്. മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത്. മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ്? സ്വന്തം കോയ്മകൾ കെട്ടിയെഴുന്നള്ളിക്കുകയാണ് ചെയ്യണത്. ഈ സ്വന്തം കോയ്മ എഴുന്നള്ളിക്കുന്നതിനാണ് നിർജീവ പ്രവൃത്തി എന്ന് പറയണത്. പ്രവൃത്തികളിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവൃത്തി. ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുവിശേഷവിഹിതമായിട്ട് നിർജീവമായിരിക്കും. അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയണത് സജീവ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ്. ഓക്കെ അല്ലേ? താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.